ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? എന്താണ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് സെൽഫ് ലേണിംഗ്, എന്തൊക്കെയാണ് ലേണിംഗ് മെത്തേഡ്സ് ഉള്ളത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെ? ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ടീച്ചിങ് എന്നതിനെ കുറിച്ചിട്ട് ഒരു 2 ഡെഫിനിഷൻ എങ്കിലും നിങ്ങൾ തറവായിട്ട് പഠിക്കാം. അതിൻ്റെ എഡ്യൂക്കേഷനിസ്റ്റിൻ്റെ നെയിം അടക്കം പഠിക്കുകയാണെങ്കിൽ കൂടുതൽ കൺവീനിയൻ്റ് ആയിരിക്കും. മാർക്ക് കിട്ടാനുള്ള ചാൻസ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പം ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ടീച്ചിങ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു 2 ഡെഫിനിഷനെങ്കിലും നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു 2 ഡെഫിനിഷൻ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ടുള്ള അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇവിടെ മാം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ്. അതിൻ്റെ ലേണിങ്ങിൻ്റെ ഡെഫിനിഷനാണ്: ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് ഓഫ് ഗെയിനിങ് ആൻഡ് യൂസിങ് ഇൻഫോർമേഷൻ പ്രസൻറ്റഡ് ടു അസ്. ദ എബിലിറ്റി ടു ലേൺ ഈസ് എൻഡ്ലെസ് ആസ് ലോങ് ആസ് ദ ഡിസയർ ഈസ് present. Learning is successful only when the information gained is used and understood. തോമസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷനാണ് ഇത് ലേണിങ്ങിനെ കുറിച്ചിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടീച്ചിങ്ങിനെ കുറിച്ചിട്ടും ലേണിങ്ങിനെ കുറിച്ചിട്ടും ഒരുപാട് ഡെഫിനേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ഒരു 2 ലേണിങ്ങിൻ്റെ ഡെഫിനേഷൻ, അതുപോലെ തന്നെ 2 ടീച്ചിങ്ങിൻ്റെ ഡെഫിനേഷൻ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ പഠിച്ചു. പിന്നെ നമുക്ക് എലമെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് എലമെൻറ്റ്സിലൂടെ ഗോ ത്രൂ ചെയ്യുക. ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും അഥവാ ചോദിക്കുകയാണെങ്കിൽ, ഈവൻ 1 വേർഡിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ. എന്താണ്? വാട്ട് ഓൾ ആർ ദ എലമെൻറ്റ്സ് ഓഫ് ലേണിംഗ്? സിമ്പിളാണ്. ലേണിംഗ് ഈസ് ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ. ലേണിംഗ് ഈസ് എൻ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. അതൊരു കൊളാബറേറ്റീവ് സ്കിൽസാണ്. ലേണേഴ്സിൻ്റെ എബിലിറ്റി, ലേണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ടീച്ചർ, ലേണർ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇതൊക്കെ നമ്മുടെ ലേണിങ്ങിൻ്റെ എലമെൻറ്റ്സ് ആണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്ന ആൻസേഴ്സാണ്. ഓക്കെ, പിന്നെ നാച്ചർ ഓഫ് ലേണിംഗ് യൂണിവേഴ്സലാണ്, കണ്ടിന്യൂസ് ആണ്, ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ഉണ്ടാവും, അതിനൊരു പേർപ്പസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ഇൻറ്റഗ്രേറ്റീവ് ആണ്, കോണ്ടിജൻറ്റ് അപ്പോൺ എക്സ്പീരിയൻസ്. ഓക്കെ, ഇതൊക്കെ ലേണിങ്ങിൻ്റെ നാച്ചുറാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് 2 മാർക്കിനായിട്ട് നിങ്ങൾക്ക് ഒരു എസ്സേ ടൈപ്പ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വന്നാൽ ഇതും സമ്മപ്പ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ്? നമുക്ക് പഠിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? മോട്ടിവേഷൻ വേണം, അതിനൊരു നീഡ് ഉണ്ടായിരിക്കണം, നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ്, അറ്റൻഷൻ, കൃത്യമായിട്ടുള്ള ലേണിംഗ് എൻവിറോൺമെൻറ്റ്, അതുപോലെ തന്നെ അതിന് കണക്കായിട്ടുള്ള ഫെസിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്കവിടെ കൃത്യമായിട്ടുള്ള ലേണിംഗ് നടക്കുകയുള്ളൂ. അപ്പം ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്: വാട്ട് ഓൾ ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്? ഓക്കെ, ഒന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞു, ഡെഫിനിഷന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്: വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്. 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് നോട്ട് ചെയ്ത് വെച്ചോ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, പേജ് നമ്പർ 14. ഓക്കെ, എന്തൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്? സിമ്പിളാണ്. ലേണിംഗ് ഈസ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് ടു വൺസ് എൻവിറോൺമെൻറ്റ്. നമ്മുടെ എൻവിറോൺമെൻറ്റിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് അതിന് നമുക്ക് ലേണിംഗ് എന്ന് പറയാം. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസിങ് എക്സ്പീരിയൻസ് ആണ്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻ്റലിജൻ്റ് ആക്ട് ആണ്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ്. ലേണിംഗ് ഈസ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. അതുപോലെ തന്നെ ലേണിംഗ് കനോട്ട് ബി ഫോഴ്സ്ഡ്. ലേണിംഗ് ബ്രിങ്സ് ആൻ എ ബിഹേവിയറൽ ചേഞ്ച്. ലേണിംഗ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ഇൻറ്ററാക്ഷൻ. ഓക്കെ, ഒരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ലേണിംഗ്. ലേണിംഗ് ഡിഫൈൻ ചെയ്യുക. വാട്ട് ഓൾ ദ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ലേണിങ്ങിൻ്റെ നാച്ചർ, അതോടൊപ്പം തന്നെ വാട്ട് ഓൾ ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു? ലേണിംഗ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ വന്നു, അതിൻ്റെ നാച്ചർ വന്നു, ബേസിക് പ്രിൻസിപ്പിൾസ് വന്നു. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്. മാർക്ക് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻറ്റ്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുമല്ലോ. ഒന്നുമില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് ടു വൺസ് എൻവിറോൺമെൻറ്റ്, ഓർഗനൈസിങ് എക്സ്പീരിയൻസസ്, ലേണിംഗ് ഈസ് എൻ ഇൻ്റലിജൻ്റ് ആക്ട്,
അതൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ്, ഇൻഡിവിജ്വലും സോഷ്യലുമാണ്. ഇറ്റ് കനോട്ട് ബി ഫോഴ്സ്ഡ്. ലേണിംഗ് ബ്രിങ്സ് ഇൻ ബിഹേവിയറൽ ചേഞ്ച്. ലേണിംഗ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ഇൻറ്ററാക്ഷൻ. ഓക്കെ, അതാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് റോട്ട് ലേണിംഗ് ആൻഡ് മീനിങ് ഫുൾ ലേണിംഗ്. കണ്ടിന്യൂസ് ആയി 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ റോട്ട് ലേണിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മീനിങ് ഫുൾ ലേണിംഗ് മാത്രം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം റോട്ട് ലേണിംഗ് മാത്രം എന്താണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ മീനിങ് ഫുൾ ലേണിംഗ് മാത്രം എന്താണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആയിട്ടും 5 മാർക്കിന് ചോദിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. എന്താ റോട്ട് ലേണിംഗ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് റോട്ട് ലേണിംഗ്. യെസ്, ബൈ ഹാർട്ട്. യെസ്, കറക്റ്റ് ആൻസർ, വെരി ഗുഡ്. നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനാണ്, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നത് റോട്ട് ലേണിംഗ്, അർത്ഥം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുന്നതിന് മീനിങ് ഫുൾ ലേണിംഗ്. ഇത് വെച്ചിട്ട് നമുക്ക് 4 മാർക്കിന് 5 മാർക്കിന് സിമ്പിളായിട്ട് എഴുതാൻ പറ്റൂലേ. അപ്പം അതാണ് റോട്ട് ലേണിംഗ് ആൻഡ് മീനിങ് ഫുൾ ലേണിംഗ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസസ് അഥവാ കമ്പാരിസൺ ആണ് ചോദിക്കുന്നതെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റുമല്ലോ. ഈ റോട്ട് ലേണിംഗ് ആണെങ്കിൽ ഫുൾ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ ലേണർ. വാട്ട് ഈസ് ടോട്ട് വിൽ ബി റിപ്പീറ്റഡ്. നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് അത് പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്തുകൊണ്ടാണ് അത് പഠിക്കുക. ലേണിംഗ് ഓഫ് സ്റ്റുഡൻറ്റ് ഫുള്ളി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടീച്ചർ. ടീച്ചറിനെയാണ് അവിടെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ ഔട്ട്പുട്ട് ഓഫ് ദ ലേണിംഗ് വിൽ ബി ലെസ് ദാൻ ദി ഇൻപുട്ട്. ഇൻപുട്ടിനേക്കാളും വളരെ കുറവായിരിക്കും റോട്ട് ലേണിങ്ങിലൂടെയുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പക്ഷേ മീനിങ് ഫുൾ ലേണിംഗ് ആണെങ്കിൽ അവിടെ ലേണറിൻ്റെ ഒരു ഫുൾ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. വാട്ട് ഈസ് ടോട്ട് വിൽ ബി എക്സ്പ്രസ്ഡ് ബൈ ദ ലേണേഴ്സ് ഇൻ ദെയർ ഓൺ സ്റ്റൈൽ. നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളേതായിട്ടുള്ള സ്റ്റൈലിലാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് ഇൻക്രീസസ് ദ ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, ലേണർ അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിനേക്കാളും കൂടുതലാണ്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് എഴുതാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. നമുക്ക് പറയാൻ പറ്റൂലേ, പഠിച്ചിട്ടില്ലെങ്കിലും പറയാൻ പറ്റൂലേ. റോട്ട് ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തായിരിക്കും? ചില സന്ദർഭങ്ങളിൽ നമുക്ക് റോട്ട് ലേണിംഗ് അനിവാര്യമാണ്. ചിലപ്പം ഏതെങ്കിലും ഒരു തിയറീസ് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമ്മൾക്ക് അവിടെ റോട്ട് ലേണിംഗ്, അതായത് ഫാക്ട്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ കൂടുതലും റോട്ട് ലേണിംഗ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പറഞ്ഞതുപോലെ അതെന്താണ്, ഫോക്കസ് ഈസി ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് വരുന്നില്ല, സോഷ്യൽ സ്കില്ലിനെ എൻകറേജ് ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ച നോളജ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള പ്രീവിയസ് നോളജിനെ കണക്റ്റാക്കി നമുക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു കൃത്യമായിട്ട് കൺസെപ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ആക്കിയിട്ട് നമുക്ക് റോട്ട് ലേണിങ്ങിൽ പഠിക്കാൻ പറ്റുന്നില്ല. എന്നാൽ മീനിങ് ഫുൾ ലേണിങ്ങിനാണെങ്കിലോ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ചോദിച്ചാൽ എഴുതാൻ പറ്റൂലേ. അത് അണ്ടർസ്റ്റാൻഡിങ് ആണ്, നോട്ട് മെമ്മറൈസേഷൻ. അത് ഇതൊരു ആക്റ്റീവ് ലേണിംഗ് ടെക്നിക് ആണ്. അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ട് നല്ലൊരു ഔട്ട്കം ഉണ്ടാകും. നമ്മൾ പ്രിയർ നോളജിനെ കണക്ട് ചെയ്തിട്ടാണ് പുതിയൊരു നോളജ് മീനിങ് ഫുൾ ലേണിങ്ങിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ റോട്ട് ലേണിങ്ങും മീനിങ് ഫുൾ ലേണിങ്ങും ആയിട്ടുള്ള കമ്പാരിസൺ. ഓക്കെ, ഒന്നിക്കെങ്കിൽ അതിൻ്റെ കമ്പാരിസൺ ആവാം, അല്ലെങ്കിൽ റോട്ട് ലേണിംഗ് എന്താണ്, അല്ലെങ്കിൽ മീനിങ് ഫുൾ ലേണിംഗ് എന്താണ്. 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഈ ക്വസ്റ്റ്യനിൽ നിന്ന് വരാം. 5 മാർക്കിന് ചോദിക്കാം. 5 മാർക്കിന് ഇത് മാത്രം എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫൈൻ ലേണിംഗ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ്, ആൻഡ് വാട്ട് ഈസ് റോട്ട് ലേണിംഗ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റോട്ട് ലേണിംഗ്, അല്ലെങ്കിൽ വാട്ട് ഈസ് മീനിങ് ഫുൾ ലേണിംഗ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മീനിങ് ഫുൾ ലേണിംഗ്. അങ്ങനെ ഏത് തരത്തിലും ആ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ആക്റ്റീവ് ലേണിങ്ങിനെ കുറിച്ചിട്ട്. ഓക്കെ, ഏകദേശം 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. എന്താണ് ആക്റ്റീവ് ലേണിംഗ്, ആക്റ്റീവ് ലേണിംഗ് എങ്ങനെയാണ് നമുക്ക് ക്ലാസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ്. ഓക്കെ, ഓർമ്മയുണ്ടോ ആക്റ്റീവ് ലേണിംഗ് എന്താണ്? ഓർമ്മയുണ്ടോ ആക്റ്റീവ് ലേണിംഗ് എന്താണെന്നുള്ളത്? യെസ്, വെരി ഗുഡ്. ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്
ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ദാറ്റ് ഇൻവോൾവ് സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ് വിത്ത് ദ മെറ്റീരിയൽ ഇൻ എ മീനിങ്ഫുൾ വേ ഡ്യൂരിങ് ദി ക്ലാസ് ടൈം. നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജി എങ്ങനെയാണ് സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ അതിന് എംഫസൈസ് നൽകിക്കൊണ്ട് സ്റ്റുഡൻസ് എൻഗേജ്മെൻറ്റ് ഉറപ്പ് വരുത്തിക്കൊണ്ട് അങ്ങനെയുള്ളൊരു ടീച്ചിങ് സ്ട്രാറ്റജിയാണ് നമ്മൾ ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് ലേണിംഗ് ചോദിച്ചാൽ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നിങ്ങളേതായ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. ഈ കൺസെപ്റ്റ് അവിടെ ഉണ്ടായാൽ മതി. കുട്ടികളെ എൻഗേജ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു മീനിങ് വേ ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡിനെയാണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ. പിന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ്. ഈ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ആക്റ്റീവ് ലേണിംഗ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് അവിടെ? ആക്റ്റീവ് ലേണിംഗ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിൻ്റെ ടെക്നിക്സ് എന്താണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. അപ്പോൾ എന്താണ് ആക്റ്റീവ് ലേണിംഗിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? സിമ്പിൾ, പേർപ്പസീവ്, എൻഗേജ്ഡ്, ക്രിറ്റിക്കൽ, നെഗോഷിയേറ്റഡ്, റിഫ്ലക്റ്റീവ്. ഇതാണ് കോമൺ ആയിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് അതും എഴുതാവുന്നതാണ്. ഓക്കെ, വാട്ട് ഓൾ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ്? ഓക്കെ, പേർപ്പസീവ്, റിഫ്ലക്റ്റീവ് സെയിം തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത്. പേർപ്പസീവ്, റിഫ്ലക്റ്റീവ്, ക്രിറ്റിക്കൽ, കോംപ്ലക്സ്, എൻഗേജ്ഡ്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് എഴുതി വെച്ചോ. ആക്റ്റീവ് ലേണിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ്. അപ്പം 2 മാർക്ക് കിട്ടി. ബാക്കി 2.5 മാർക്ക്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആക്റ്റീവ് ലേണിംഗ്, 2.5 മാർക്ക് നമുക്കിപ്പോൾ കിട്ടി. ബാക്കിയുള്ള 2.5 മാർക്ക് എന്തിനാന്ന് വെച്ചാൽ ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം, ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ആക്റ്റീവ് ലേണിംഗ്. ആക്റ്റീവ് ലേണിങ്ങിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ്. ഈ 2 ക്വസ്റ്റ്യൻ ഒരു വർഷത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന് ആക്ടിവിറ്റീസിനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ മുമ്പുള്ള വർഷം ടെക്നിക്കുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആക്റ്റീവ് ലേണിങ്ങിൽ ബന്ധപ്പെട്ട് ഒന്നുകിൽ ടെക്നിക്ക് ചോദിക്കുക, അല്ലെങ്കിൽ ആക്ടിവിറ്റിയും ചോദിക്കാം. അപ്പം ആക്ടിവിറ്റിയാണ് പറഞ്ഞതെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർമ്മ വരണം. നമുക്ക് നമ്മുടെ സെൻസ് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. അപ്പം എന്തൊക്കെയായിരിക്കും ആക്റ്റീവ് ലേണിങ്ങിലെ ആക്ടിവിറ്റീസ്? സിമ്പിൾ, ഡിസ്കഷൻ, പ്രോബ്ലം സോൾവിങ്, ഗ്രൂപ്പ് വർക്ക്. ഇപ്പം തന്നെ നമ്മൾ പഠിച്ച് ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ആക്റ്റീവ് ലേണിംഗ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഡിസ്കഷൻ, പ്രോബ്ലം സോൾവിങ്, ഗ്രൂപ്പ് വർക്ക്. ഇത് പോയിൻ്റായിട്ട് മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ ഒരു 2 സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, മാർക്കിനനുസരിച്ചിട്ട് എഴുതാൻ മറക്കരുത്. നിങ്ങൾക്ക് തന്ന ബുക്ക്ലെറ്റ് മാക്സിമം മാർക്കിനനുസരിച്ചിട്ട് ഒരു 1 പേജ് എങ്കിലും എഴുതാൻ നോക്കുക. ഓക്കെ, എഴുതുന്നതിൽ പിശുക്ക് കാണിക്കരുത്. ഓക്കെ, ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ആക്റ്റീവ് ലേണിംഗ് 3 എണ്ണം പഠിച്ച്. ഡിസ്കഷൻ, പ്രോബ്ലം സോൾവിങ്, ഗ്രൂപ്പ് വർക്ക്. അപ്പോൾ 2.5 മാർക്ക് കിട്ടി. ഇനി അതല്ല നമ്മുടെ ടെക്നിക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്താ എഴുതാൻ? ടെക്നിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ആർ, ഇപ്പം തന്നെ പഠിച്ചോ, തിങ്ക്, പെയർ, ഷെയർ. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ ആക്റ്റീവ് ലേണിംഗ് ആക്കി മാറ്റാൻ? അതിനുള്ള ഒരു ടെക്നിക്കാണ് തിങ്ക്, പെയർ, ഷെയർ. ഇത് ക്ലാസ് കേൾക്കാത്തവർക്ക് വരിയാവേണ്ട. എന്താ തിങ്ക്, പെയർ, ഷെയർ എന്ന് പറയുന്നത്? ഒന്ന്, കുട്ടികൾക്ക് നമ്മളൊരു കൺസെപ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കൊടുക്കുക. അതിനുശേഷം അവരുടെ പെയറായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് അവരെ ഗ്രൂപ്പായി തിരിക്കുക. അതിനുശേഷം ആ ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് അല്ലെങ്കിൽ അവരെ പെയറുമായിട്ട് അവരുടെ കൺസെപ്റ്റ്, അവരുടെ ഐഡിയാസ് ഡിസ്കസ് ചെയ്യാൻ നമ്മളുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. തിങ്ക് ചെയ്യുക, പെയർ ചെയ്യുക, ഷെയർ ചെയ്യുക. തിങ്ക്, പെയർ, ഷെയർ. പിന്നെ മറ്റൊരു ടെക്നിക്കാണ് റോൾ പ്ലേ. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. പിന്നെ ജിഗ്സോ പസിൽ, ഡിസ്കഷൻ, ഗെയിം ബേസ്ഡ് ലേണിംഗ്. ഇതൊക്കെ മെയിൻലി നമ്മുടെ ആക്റ്റീവ് ലേണിങ്ങിന് വരുന്ന ടെക്നിക്സ് ആണ്. ഓക്കെ, ഇതിന് പുറമെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പോയിൻറ്റ്സ് നൽകിയിട്ടുണ്ട്. അപ്പം അതൊന്നും ഓർമ്മ ഇട്ടിട്ടില്ലെങ്കിൽ ഇതെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് ലേണിങ്ങിൻ്റെ ടെക്നിക്സ് മറ്റൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റായി എഴുതി വെച്ചല്ലോ. പിന്നെ വേറൊരു ആക്റ്റീവ് ലേണിങ്ങുമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ജനറലായിട്ട് ചോദിക്കാം, ആസ് എ ടീച്ചേഴ്സ് ഹൗ യു വിൽ ഇംപ്ലിക്കേറ്റ് ആക്റ്റീവ് ലേണിംഗ് ഇൻ യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ എങ്ങനെയാണ് ആക്റ്റീവ് ലേണിംഗ് ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പം നിങ്ങൾക്ക് അവിടെ ഇങ്ങനെയുള്ള ആൻസേഴ്സ് ചെയ്താൽ 1 മിനിറ്റ് പേപ്പറിലൂടെ, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് നൽകിക്കൊണ്ട്, ക്വിസിലൂടെ, ക്ലാരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സമ്മറിലൂടെ, ഫിഷ് ബോൾ മെത്തേഡ്, ഫ്ലാഷ് കാർഡ്, ഇവാലുവേഷൻ. ഇത് കൂടാതെ നിങ്ങൾ നിങ്ങളുടേതായ കയ്യിൽ നിന്ന് ഇട്ടോളൂ. നിങ്ങളുടെ ഓൺ വേർഡ്സിലും നിങ്ങളുടെ ഐഡിയാസ് ഉപയോഗിച്ചോളൂ. ഇറ്റ്സ് കറക്റ്റ് ആൻസർ, ദേ കാൻ സേ ഇറ്റ്സ് റോങ്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് ലേണിംഗ് എന്താണെന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പം ആസ് എ ടീച്ചർ നിങ്ങൾ എങ്ങനെയാണ് ഇത് ക്ലാസ്സിൽ ഇംപ്ലൈ ചെയ്യാൻ പോകുന്നത്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെത്തേഡ്.
നമുക്ക് നമ്മുടെ തോട്ട് ഒരു പേപ്പറിൽ എഴുതാം, 1 minute പേപ്പർ, പ്രൊജക്റ്റ് കൊടുക്കാം, അസൈൻമെൻറ്റ് കൊടുക്കാം, ക്വിസ് നടത്താം, ഒരു സമ്മറി പോലുള്ള സ്റ്റുഡൻറ്റ് സമ്മറിക്ക് നൽകാം, ഫ്ലാഷ് കാർഡ് ഉപയോഗിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ ഇവാലുവേഷൻ സ്റ്റുഡൻസിൻ്റെ വർക്ക് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടൊക്കെ നമ്മുടെ ക്ലാസ് റൂം നമുക്ക് ആക്റ്റീവ് ക്ലാസ് റൂമാക്കി മാറ്റാവുന്നതാണ്. അപ്പം അടുത്ത 5 മാർക്ക് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. 1 ലേണിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, 2 എന്താണ് റോട്ട് ലേണിംഗ്, മീനിങ് ഫുൾ ലേണിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് കമ്പാരിസൺ, അത് 3 നോക്കണം. 3 തരത്തിലും ക്വസ്റ്റ്യൻ വരാം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ആക്റ്റീവ് ലേണിംഗ് എന്താണെന്ന് ചോദിക്കാം, ആക്റ്റീവ് ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം, ടെക്നിക്സ് ചോദിക്കാം, അതുപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മൾ ആക്ടിവിറ്റീസും ടെക്നിക്സും, അതുപോലെ തന്നെ അതെങ്ങനെയാണ് വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ആക്റ്റീവ് ലേണിംഗ്. ഓക്കെ, അപ്പം 10 മാർക്കിൻ്റെ നാച്ചർ ഓഫ് ലേണിംഗ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ, ലൈക്ക് ആസ് എ സമ്മപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ആണ് ജസ്റ്റ്, പക്ഷെ അത് അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒന്ന് ഗോ ത്രൂ ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ അതിലേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ഇപ്പം പറയുന്നത്, എന്തായാലും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സെൽഫ് ലേണിങ്ങിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നമ്മൾ സെൽഫ് ലേണിങ്ങിൻ്റെ 1 word ക്വസ്റ്റ്യൻ വന്നിട്ടില്ലേ, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് ലേണിംഗ്, അല്ലെങ്കിൽ എന്താണ് സെൽഫ് ലേണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, സെൽഫ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാലും ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റൂലേ, കാരണം നമുക്ക് സെൽഫ് ലേണിംഗ് എന്താണെന്നറിയാം. എന്താ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡെഫിനിഷനും പഠിക്കാം. സെൽഫ് ലേണിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് കളക്റ്റീവ് ഇൻഫോർമേഷൻ ബൈ വൺസ് ഓൺ എഫേർട്സ്, പ്രോസസ്സിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദം വിത്തൗട്ട് ദ അസിസ്റ്റൻസ് ഓഫ് അതേഴ്സ്. നമ്മൾ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ നമ്മുടെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നു, നമ്മളതിനെ നമ്മുടെ എഫേർട്ടോടുകൂടി നമ്മളതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിക്കാം. പിന്നെ ഒരു എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഓൾ ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ലേണിംഗ്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിലും എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതും എഴുതാം. എന്താണ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ലേൺ, എങ്ങനെ പഠിക്കണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ലൈഫ് ലോങ് ലേണിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. അത് ലാർജ്ലി സക്സസ്ഫുൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മെച്ചറിലൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ദേ ആർ സക്സസ്ഫുൾ ഇൻ ദർ ഡേ ടു ഡേ. ഓക്കെ, ഇതാണ് സെൽഫ് ലേണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്. ഒരു മിനിറ്റ്. അപ്പോൾ സെൽഫ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ക്വസ്റ്റ്യനും വരാവുന്നതാണ്. ഓക്കെ, അപ്പം ഒരു ഐഡിയ കിട്ടിയല്ലോ നമുക്ക്. ആക്റ്റീവ് ലേണിംഗ്, അതുപോലെ തന്നെ സെൽഫ് ലേണിംഗ്. സിമ്പിളാണ്. സെൽഫ് ലേണിംഗ് എന്താണെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസോ ബെനിഫിറ്റോ 2 വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാനൊന്ന് സ്ക്രീൻ ഓഫ് ആക്കിയിട്ടുണ്ട്, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെൽഫ് ലേണിങ്ങിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി അടുത്തത് എന്താണ് വരുന്നത്, ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്തു, നാച്ചർ, ഫാക്ടേഴ്സ്, പ്രിൻസിപ്പൽ, റോട്ട് ലേണിംഗ്, മീനിങ് ഫുൾ ലേണിംഗ്, ആക്റ്റീവ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പറഞ്ഞു, സെൽഫ് ലേണിംഗ് പറഞ്ഞു. പിന്നെ അടുത്ത ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ഓൾ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചിങ്. ഗുഡ് ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങളേതായ ഓൺ വേർഡ്സിൽ നിങ്ങൾ എന്താണ് ഒരു ഗുഡ് ടീച്ചർ അല്ലെങ്കിൽ ഗുഡ് ടീച്ചിങ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇവിടെ വന്നിട്ടുള്ള പോയിൻറ്റ്സ് എന്താണ്, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ഫോർ പീപ്പിൾ സെൽഫ് ലേണിംഗ്,
providing variety of learning experience to people, taking care of individual differences, enhancing human relationship, developing reflective thinking and practical skills in pupils, അതുപോലെ തന്നെ developing humanism, problem solving ability in children, relevant to the modern time and capable of stimulating learning interest in children, അതുപോലെ തന്നെ teacher-student relationship should be there to a great extent and interaction should provide for formative assessment. ഇത് വെറും എന്താ പറയുക കോമൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത് വായിച്ചിട്ട് നിങ്ങളുടേതായ റെഫറൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടേതായ പോയിൻറ്റ്സ് ആയിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള വാട്ട് ഓൾ ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചിങ്, അല്ലെങ്കിൽ ഒരു ഗുഡ് ടീച്ചർ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഗുഡ് ടീച്ചിങ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഈ പോയിൻ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്കിപ്പോൾ ഒന്ന് കോൺഫിഡൻ്റ് ആയല്ലോ. ഓക്കെ, ഞാനിപ്പോൾ നോക്കിയിട്ടുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു ഐഡിയ കിട്ടിയല്ലോ, സിമ്പിളാണല്ലോ. ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻ, ടീച്ചിങ്ങിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളതിന് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്, പിന്നെ റോട്ട് ലേണിംഗ് എന്താണ്, മീനിങ് ഫുൾ ലേണിംഗ് എന്താണ്, അതിൻ്റെ കമ്പാരിസൺ വരാം, അഡ്വാൻറ്റേജസ് വരാം, ഡിസ്അഡ്വാൻറ്റേജസ് വരാം. ആക്റ്റീവ് ലേണിംഗുമായി ബന്ധപ്പെട്ടിട്ട് ആക്റ്റീവ് ലേണിംഗ് എന്താണ്, ആക്റ്റീവ് ലേണിങ്ങിൻ്റെ മെത്തേഡ്സ് എന്താണ്, ടെക്നിക്സ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. ഇത് കവർ ചെയ്താൽ തന്നെ 90% ഓഫ് ക്വസ്റ്റ്യൻസും ആ ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്ത്. പിന്നെ സെൽഫ് ലേണിംഗ്, ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്സ്, പിന്നെ എന്താണ് ഒരു ഗുഡ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതാണ് ആ ചാപ്റ്ററിൽ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരു 95% നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഇതിൽ പുറത്തുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അതാണ് ആ 5%. ഓക്കെ, ഔട്ട് ഓഫ് ദ സിലബസ് അല്ലെങ്കിൽ ജനറൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ഐഡിയ. ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ ക്ലിയർ അല്ലേ? ഏത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം 5 മാർക്കിൻ്റെ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും വരും. ഇവിടെ നോക്കുക നിങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ആക്റ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഇൻ ആക്റ്റീവ് ലേണിംഗ്. അപ്പോൾ അതെന്താ 5 മാർക്കിൻ്റെ. എന്നാൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ആക്റ്റീവ് ലേണിംഗ് എന്താണ്, അതിൻ്റെ മെത്തേഡ്സ് എന്താണ്, അത് ക്ലാസ്സിൽ എങ്ങനെയാണ് നമുക്ക് ഇംപ്ലൈ ചെയ്യുക, ഇത് 3ഉം ഒരു ക്വസ്റ്റ്യൻ ആണ് 10 മാർക്കിൻ്റെ. അല്ലെങ്കിൽ ആക്റ്റീവ് ലേണിംഗ് എന്താണ്, അതിൻ്റെ ടെക്നിക്സ് എന്താണ്, അതെങ്ങനെ നമുക്ക് ക്ലാസ്സിൽ ഇംപ്ലൈ ചെയ്യാം, ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ് 10 മാർക്കിൻ്റെ. ഇങ്ങനെയാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളിവിടെ നോക്കുക, 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് നോക്കുക. വാട്ട് ഡു യു മീൻ ബൈ ലേണിംഗ്, എക്സ്പ്ലെയിൻ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ്. മാം നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ 2020 വന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് ലേണിംഗ്, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്തൊക്കെ. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വേറെ എന്താ നോക്കിയാൽ, ഡിഫൈൻ ടീച്ചിങ്, എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണ് ഗുഡ് ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് 5 മാർക്കിൻ്റെ വന്നിട്ടുള്ളത്, ക്ലാസിഫൈ ദ ടെക്നിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ആൻഡ് റൈറ്റ്സ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതിൻ്റെ ടെക്നിക്സും അതിൻ്റെ ഇംപ്ലിക്കേഷൻസും മാത്രം എഴുതാം. അപ്പോൾ ഒരു 2.5 എന്നുള്ളൊരു ഇതിലായിരിക്കും ഉണ്ടാവാൻ. അവിടെ എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതിൻ്റെ ടെക്നിക്സും ഇംപ്ലിക്കേഷൻസും.